അങ്ങനെ മലയാള സിനിമാ പ്രേമികളെ ഹരം കൊള്ളിക്കുന്ന പോലെ വീണ്ടും ഒരു ക്ലാഷ് വരാൻ പോവാണ്. മോഹൻലാലും നിവിൻ പോളിയാണ് അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും സിനിമയാണ് ഇനി വരാൻ പോകുന്നത്. ഡിസംബറിൽ ക്രിസ്മസ് റിലീസായിട്ട് ഇറങ്ങാണ്. അപ്പൊ ഈ ഒരു ക്ലാഷ് എന്ന് പറയുമ്പം രണ്ടുപേരുടെ ആരാധകരും അല്ലെങ്കിൽ സിനിമാ പ്രേമികളും ഒക്കെ വളരെ കാത്തിരിക്കുന്ന ചിലപ്പോൾ രണ്ട് സിനിമയായിരിക്കും. പ്രത്യേകിച്ച് നിവിൻ പോളിൻ്റെത് നോക്കുകയാണെങ്കിൽ നിവിൻ പോളിന്റെ ഒരു നല്ലൊരു സിനിമയ്ക്കായി മലയാളികൾ കാത്തിരിക്കുകയാണെന്ന് പറയാം. കാരണം ആളുടെ ഒരു കംബാക്ക് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആരാധകരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തന്നെയാണ്. ഇതിനിടയിൽ ഒരു കുറെ സിനിമകൾ നമുക്ക് പ്രതീക്ഷയോടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആ ഒരു പ്രതീക്ഷക്കൊത്ത് വളർന്നില്ല. ഇപ്പൊ മോഹൻലാൽ നിവിൻ പോളി ക്ലാഷ് എടുക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, 3 വട്ടം സംഭവിച്ചതാണ്. അപ്പോൾ ഒക്കെ അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ആദ്യം പറയുകയാണെങ്കിൽ ഒരു വടക്കൻ സെൽഫിയും എന്നും എപ്പോഴുമായിരുന്നു. അത് രണ്ടും വലിയ പ്രതീക്ഷയിൽ വന്ന സിനിമകൾ തന്നെയായിരുന്നു. ആ ഒരു പ്രതീക്ഷ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ സെൽഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നത്തെ ആ ജനറേഷന്റെ കണ്ണാടിയായിരുന്നു. അതെ അതെ, ആ ഒരു സപ്ലിയും അതെ ബോയ്സിന് വളരെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. കാരണം എഞ്ചിനീയറിംഗിൽ പോകുന്നു, സപ്ലികൾ വാങ്ങി കൂട്ടുന്നു, അത് കഴിഞ്ഞിട്ട് സപ്ലി എഴുതി തീർക്കാൻ പറ്റാതാവുമ്പോൾ സിനിമ ഷോർട്ട് ഫിലിം എടുക്കാൻ ഇപ്പൊ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിലുള്ള ഓരോ ഡയലോഗ് എന്ന് പറയുന്നത് ഓരോ ബോയ്സ് അവരുടെ നിത്യ ജീവിതത്തിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ആണ്. അപ്പൊ അത്രയും ഈ യൂത്തിനെ പിടിച്ചെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചുകൊണ്ട് തന്നെ അത് ബോക്സ് ഓഫീസ് ഹിറ്റായി ആ സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എന്നും എപ്പോഴും എന്ന് പറയുമ്പോൾ അതെ വീണ്ടും ഒരു മഞ്ജു വാര്യർ അല്ലെങ്കിൽ മോഹൻലാൽ കൂട്ടുകെട്ട് എത്തിയപ്പോ അത് മലയാളികൾക്ക് അത് വലിയൊരു എന്താ പറയാ ഒരു നൊസ്റ്റാൾജിക് ഫീലോ, വീണ്ടും നമ്മുടെ പ്രിയ താരങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയിലേക്ക് എത്തുന്നു എന്നൊക്കെ ഉള്ള ഒരു ഫീല്, അതൊരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഒരു ബാലൻസ് ആയി പോവെങ്കിലും അന്ന് എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയത് കാര്യത്തില് ഇതായിരുന്നു, വടക്കൻ സെൽഫി ആയിരുന്നു. അത് വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ് ആ കോംബോ ഒക്കെ ഒന്നിക്കുന്നത് അന്നത്തെ യൂത്തിന്റെ ഇടയിൽ വലിയൊരു തരംഗമായിരുന്നു. എന്നും എപ്പോഴും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യനന്ദിക്കാട്, മഞ്ജു വാര്യർ, മോഹൻലാൽ എന്ന് പറയുന്ന ആ കോംബോ ആയിരുന്നു അതിന്റെ അതൊരു ഫീൽ ഗുഡ്, നമുക്കൊരു നല്ല സിനിമയായിരുന്നു. അതിനുശേഷം അവര് തമ്മിൽ ക്ലാഷ് ആയിട്ടുള്ളത് ഞണ്ടുകളുടെ നാട്ടില് ഒരു ഇടവേള നിവിൻ പോളിന്റെ ഇറങ്ങിയപ്പം ലാലേട്ടന്റെ ഇറങ്ങിയത് വെളിപാടിന്റെ പുസ്തകം. പക്ഷെ അത് ആ രണ്ട് സിനിമകളും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ അത്ര വിജയമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഈ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള TV-യിൽ വരുമ്പോൾ അത് ആളുകൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മൂവിയായിരുന്നു. പക്ഷെ ഈ എന്താ പറയാ വെളിപാടിന്റെ പുസ്തകം അത് അത്യാവശ്യം, പക്ഷെ വെളിപാടിന്റെ പുസ്തകം എന്ന് പറയുന്നത് കേരളത്തിൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആ പാട്ട് എന്റെ അമ്മന്റെ ജിമിക്ക് എന്നുള്ളത് അത് ഭയങ്കര ഓളമായിരുന്നു. കാരണം അത് വെച്ചിട്ട് റീൽസ് അന്ന് ഇതായിരുന്നു, എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ആയിരുന്നു തോന്നുന്നു. അപ്പം ഈ ടിക്ടോക്കിലേക്കുള്ള പാട്ട് എല്ലാവരും ജിമിക്കിട്ടിട്ട് എന്നിട്ട് ഇതില് വൈറലായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ലാലേട്ടൻ വന്നിട്ട് അന്നൊരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നോൺ മലയാളീസുകൾ പോലും ജിമിക്ക് കമൽ ഏറ്റെടുത്തൊരു സമയം കൂടിയായിരുന്നു അത് ആ സിനിമയ്ക്ക് ഒരു വലിയൊരു രീതിയിൽ അത് നല്ലതായിരുന്നു. പക്ഷെ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോ അത് അത്ര ഓടാതെ മാറിപ്പോയി. പിന്നെ ഇരുവരും തമ്മിൽ വീണ്ടും ക്ലാഷ് ആവുന്നത് ഇട്ടിമാണിയും അതേപോലെ തന്നെ ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങിയപ്പോഴാണ്. അപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ നിവിൻ പോളി തന്നെയാണ് സെറ്റ് ആയത്. കാരണം നിവിന്റെ ഒരു പരാജയമായിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ പോളിന്റെ അഭിനയം, അതിലെ ഡയലോഗ് ഡെലിവറി എല്ലാം. ലവ് ആക്ഷൻ ഡ്രാമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് ആയിരുന്നു. പിന്നെ നയൻതാരയെ പോലെ ഒരാളും നിവിൻ പോളിയും ഒന്നിക്കുന്നു എന്നുള്ളതും ഇതായിരുന്നു. പിന്നെ അതിൻ്റെതായിട്ട് വന്ന ടീസറുകളൊക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇതൊരു ഫൺ ആയിരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ നിവിൻ പോളി അജു വർഗീസ് കോംബോ ഒന്നിക്കുമ്പോഴും ആ ഒരു ഹൈപ്പ് കിട്ടാറുണ്ട്. അവർ തമ്മിലുള്ള കോംബോ അത് എങ്ങനെയോ ആയിക്കോട്ടെ, സുഹൃത്തുക്കളാണെങ്കിലും ശത്രുക്കളായിരുന്നെങ്കിലും ആ കോംബോ ഹിറ്റാണ്. ധ്യാനന്റെ ആദ്യത്തെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ധ്യാൻ നിർമ്മിച്ച സിനിമയും എന്നുള്ള ഒരു പ്രത്യേകത, അജു വർഗീസ് നിർമ്മിച്ച സിനിമ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളോടെയാണ് ലവ് ആക്ഷൻ ഡ്രാമ വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള പാട്ടും പറഞ്ഞ പോലെ അത്യാവശ്യം ഹിറ്റ് ആയിട്ടുള്ളത് ഗാനങ്ങൾ തന്നെയായിരുന്നു. അതേപോലെ തന്നെ അതില് നിവിൻ പോളിന്റെ അഭിനയത്തിന് വളരെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നിവിൻ ഇത്രയും തമാശ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ താരങ്ങളിൽ തമാശ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ഇപ്പൊ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പം അത് വളരെ മനോഹരമായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് നിവിൻ പോളി. അത് നമുക്ക് അതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അപ്പം ഇപ്പം നമ്മുടെ ലാലേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നന്നായി ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ അടുത്തെത്താൻ ഇപ്പം
ആർക്കെങ്കിലും പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇല്ല, എല്ലാ കാലത്തും നിവിൻ പോളിയും ഇപ്പൊ നിവിൻ പോളി ഒരു സ്റ്റാർ ആയി വളർന്നത് എല്ലാ കാലത്തും എന്ന് പറയുന്നില്ല, നിവിൻ പോളി ഒരു സ്റ്റാർ ആയി മാറിയതിനു ശേഷം മോഹൻലാലുമായിട്ട് ഒരുപാട് താരതമ്യപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്രേമം സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ നിവിൻ പോളി ഒന്ന് മുണ്ട് മടക്കി കുത്തിയപ്പോഴത്തേക്കും മോഹൻലാലിന്റെ പിന്മുറക്കാരനായിട്ട് നിവിൻ പോളി വരുന്നു എന്നുള്ള തരത്തിൽ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും ഇപ്പോഴും അത് കണ്ട അതിന് പ്രേമം എന്നാണ് ഇപ്പൊ ആൾക്കാർ പറയുക. ആ ഒരു എഫക്ട് അല്ലെങ്കിൽ അത്തരം വലിയൊരു ഇമ്പാക്ട്. അതെ, നിവിൻ പോളിക്ക് അന്യഭാഷയിലും ഇപ്പം പ്രേമലു എങ്ങനെ അന്യഭാഷയിൽ ഇത്ര വൈറലാവുക, അതുപോലെ ഒരു സമയത്ത് പ്രേമം സൃഷ്ടിച്ച ഓളം മറ്റൊരു മലയാള സിനിമയ്ക്കും പിന്നീട് പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പ്രേമലു സംഭവിക്കുന്നത് വരെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ആ സമയം മുതലേ നിവിൻ പോളി മോഹൻലാൽ കോംബോ, അതായത് ആ സമയത്ത് കേട്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ, അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു, ഡിസ്കഷൻ ഇങ്ങനെയായിരുന്നു, മമ്മൂട്ടിയുടെ പിന്മുറക്കാരനായിട്ട് ദുൽഖർ സൽമാൻ വരുന്നു, പ്രണവ് എന്തായാലും അഭിനയത്തിന്റെ പരിസരത്തേക്ക് വരുന്നില്ല, അപ്പൊ മോഹൻലാലിന്റെ പിന്മുറക്കാരനായിട്ട് നമ്മൾ നിവിൻ പോളി എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു താരതമ്യം. അപ്പൊ നിവിൻ പോളി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരിക്കലും ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള, കാരണം ആ ഒരു ഇഷ്ടം കൊണ്ട് ആരാധകരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഫാൻ, ഇപ്പം കുഞ്ഞിക്ക ഫാൻസ്, ഇച്ചായൻ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡിങ് അതായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ തിയേറ്ററിലേക്ക് ഒരു എന്താ പറയാ ഒരു ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റുന്ന, ഇപ്പം അങ്ങനെ ഉള്ളൊരു കഴിവുള്ള ഒരു താരമായിട്ട് നിവിൻ മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാമിലി ഓഡിയൻസിന് അറിയാവുന്ന ഒരു യൂത്ത് താരമായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എത്രയൊക്കെ നോക്കിയാലും ഈ ഫാമിലി ഓഡിയൻസിന് പുതിയ താരങ്ങളെ ചിലപ്പം അത്ര അങ്ങോട്ടേക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഓക്കെ, പക്ഷെ നിവിനൊക്കെ വന്ന സമയത്ത് എന്ന് പറയുന്നത് ആ സമയത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ നിവിൻ പോളിയെ ആൾക്കാർക്ക് ഭയങ്കര അതിന്റെ കാരണം എന്താണെന്നറിയോ, നിവിൻ പോളി എപ്പോഴും ആ ഒരു ജനറേഷന്റെ പ്രതിനിധിയായിട്ട് വന്ന് നിൽക്കും. ഇപ്പം തട്ടത്തിൻ മറിയത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ആ തലശ്ശേരിയിലും ഉമ്മച്ചിക്കുട്ടിയെ നോക്കി നിന്ന ഒരു ചെറുപ്പക്കാരൻ, അത് ആ ജനറേഷന്റെ ഒരു പ്രതിനിധിയായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു വടക്കൻ സെൽഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനും അന്നത്തെ ജനറേഷനോ, ഇപ്പൊ പ്രേമം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെ അതുപോലെയുള്ള ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ നിവിനുമായിട്ട് കണക്ട് ആവാൻ പറ്റുന്നത്. ഇപ്പം നമ്മളൊരു സൂപ്പർ പവർ സ്റ്റാർ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ, സൂപ്പർ സ്റ്റാർ സിനിമ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിവിന് നമ്മുടെ മോൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ, ഇപ്പൊ അമ്മമാർ, ഇപ്പം ഞാൻ കുടുംബ പ്രേക്ഷകരുടെ പറഞ്ഞുകൊണ്ട് പറയാണ്, അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ഇമേജ്, ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇമേജ് നിവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി പെട്ടെന്ന്. അത് ആ തട്ടത്തിൻ മറയത്ത് കൊടുത്ത ഒരു ഇമ്പാക്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ തുടർന്ന് വരുമ്പോൾ ഈ നിവിൻ പോളിയുടെ കരിയറിൽ സംഭവിച്ച ആ താഴ്ച ആരാധകരെ എത്രത്തോളം വിഷമിപ്പിച്ചു എന്നുള്ളതിന് ഏറ്റവും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം നടന്ന സിനിമയിലെ ഒറ്റ ഡയലോഗിൽ നിവിനെ ആരാധകർ എടുത്ത് പൊന്തിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആ സിനിമയുടെ നിരൂപണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു സ്ലോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ നിവിൻ പോളി വന്നതിന് ശേഷം ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഹൈപ്പ് ഉണ്ട്. അതുവരെ ഓഡിയൻസ് ചിലപ്പം ഒന്ന് താളത്തിൽ നിൽക്കുമ്പോൾ, പക്ഷെ നിവിൻ പോളി എത്തിയ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ആ ഗ്രാഫ് അങ്ങ് ഉയരുകയാണ്. അപ്പം അതെന്ന് പറയുന്നത് പുള്ളിക്കാരനിൽ ഇപ്പൊ യൂത്ത് സ്റ്റാറിൽ പുള്ളിക്കാരനിലുള്ളൊരു കഴിവാണ്. ഒരു ക്രൗഡ് പുള്ളിങ് മാത്രമല്ല ആ ഒരു ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തമാശ കൈകാര്യം ചെയ്യാൻ, ആ ഹ്യൂമർ കൈകാര്യം ചെയ്യാനുള്ളൊരു പവർ, അത് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പുള്ളിക്ക് പറ്റും. അതെ, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ കരിയറിൽ വന്നിട്ടുള്ള ഒരു താഴ്ചയുണ്ട്. പേഴ്സണലി പ്രൊഫഷണലി എല്ലാം ഇല്ലാത്തൊരു കേസിന് ബ്ലെയിം ചെയ്തിട്ടുള്ളതായാലും, പ്രൊഫഷണലി ഒരു പ്രൊഡ്യൂസർ അതൊക്കെ നിവിനെ ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നതാണ് നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ്. അപ്പൊ സർവമായ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസറൊക്കെ വന്നപ്പോൾ ആസ് എ നിവിൻ പോളി ഫാൻ, ഞാനിപ്പോ സിനിമ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഫാനാണെന്ന് പറയേണ്ടി വരും. അപ്പൊ നിവിൻ പോളിയുടെ ഒരു കാണാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നിവിൻ പോളിയെ നമുക്ക് ഈ സർവമായന്റെ ടീസറിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊരു കോമഡി സിനിമയുടെ ഒരു ജോണറിൽ വരുന്നതാണെന്ന് തോന്നുന്നു. അഖിൽ സത്യനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, സത്യൻ അന്തിക്കടന്റെ മകൻ. അപ്പം അജു വർഗീസ് കോംബോ ഉണ്ട്. അപ്പൊ ഈ സർവമായന്റെ ടീസറൊക്കെ വരുമ്പോൾ ആ ഒരു നിവിൻ പോളി താടിയുണ്ട്, നിവിൻ പോളി മുണ്ടെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതീക്ഷകൾ ആ സിനിമയിൽ കാണുന്നുണ്ട്. ആ സിനിമ ഇപ്പൊ ഏറ്റുമുട്ടുന്നത് മോഹൻലാലിന്റെ ഋഷഭ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അത് പാൻ ഇന്ത്യൻ മൂവിയാണ്, അതിൽ വേറെ തന്നെ ഒരു ജോണറാണ് ആ സിനിമ എന്ന് പറയുന്നത്. കുറച്ച് പാസ്റ്റും
ഇപ്പൊ പ്രസന്റോ ഒക്കെ കാണിക്കുന്ന രീതിയിൽ ഒരു വേറെ തന്നെ ഒരു ജോണറാണ്. ഡ്യുവൽ റോളിലാണ് എത്തുന്നത്. ഇപ്പൊ അച്ഛനും മകനും അല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ട് രണ്ട് കാലഘട്ടത്തെയാണ്. അപ്പം നമ്മൾ പറയില്ലേ മുൻജന്മത്തില് അച്ഛൻ നെഗറ്റീവും മകൻ പോസിറ്റീവും ആയിട്ടുള്ളത്. അടുത്ത ജന്മത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ മകൻ റിലേഷനാണ് ബേസിക്കലി ഈ സിനിമ. അതൊരു ആക്ഷൻ, ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ കാറ്റഗറി ഓഫ് സിനിമയാണ്. പിന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ഒരു വേറെ തന്നെ ഒരു സിനിമയാണ്. നമുക്കൊരു ഫീൽ ആണ് നമുക്ക് തരാൻ പോകുന്നത്. ടീസർ വ്യക്തമാണ്. അതൊരു ഇതിൻ്റെ VFX കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ മോഹൻലാലിനെ വേറൊരു രീതിക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. അപ്പം മോഹൻലാൽ നിവിൻ പോളി ഏറ്റുമുട്ടൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് ജോണർ സിനിമയാണ്. എന്നിരുന്നാലും ആ ഒരു ഇപ്പം നമുക്ക് മുന്നേ 3 സിനിമകൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇതൊരു പ്രതീക്ഷയാണ്. രണ്ടും ഒരുമിച്ച് ജയിക്കണം, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് നമുക്ക് എല്ലാ ആഘോഷങ്ങളും ഒരു ഉത്സവം, ഒരു സിനിമയെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷയോടെ ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ തന്നെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കൂടെ ഇപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ ഒന്നിച്ച് സിനിമകൾ വരുന്നത് ഒരു പ്രതീക്ഷയോടെ ആണല്ലോ. അപ്പം ഈ ഒരു ന്യൂ ഇയറും ക്രിസ്മസും മോഹൻലാലിൻ്റെയും നിവിൻ പോളിയുടെ മറ്റ് വലിയ സിനിമകളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലാഷ് വരുന്നില്ല സ്വാഭാവികമായിട്ടും. പിന്നെ മോഹൻലാലിന് ഒരു പെർട്ടിക്കുലർ ആരാധകരുണ്ട്, നിവിൻ പോളിക്ക് ഇത് അതുപോലെ വേറെ തന്നെ ഒരു ആരാധകരും ഒരു സെറ്റ് ഓഫ് ആരാധകരുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് വരുന്നില്ല. അതേസമയം 2 ആരാധകർക്കും ആഘോഷിക്കാനുള്ള ഒരു ക്രിസ്മസ് കാലം ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വെക്കാവുന്ന ടീസറുകളും അല്ലെങ്കിൽ നമുക്കിപ്പോ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സിനിമകളാണെങ്കിൽ അത് ഓഡിയൻസ് ചെന്ന് കാണും. ഇന്ന ഒരു സ്റ്റാറിന്റെ വാല്യൂ എന്നുള്ളത് മാറുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് നോക്കുന്നത് ആ സിനിമ നല്ല സിനിമയാണോ, അത് തിയേറ്ററിൽ അത് അങ്ങനെ ഓടുമ്പോൾ അത് ചെന്ന് കാണും എന്നുള്ളത്. അത് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് അതിനെ. ഉറപ്പായിട്ടും പുതുമുഖ സംവിധായകര്, പുതിയ താരങ്ങൾ, ഇങ്ങനെ ഇന്നതൊന്നും ഇല്ല. ആൾക്കാർ നോക്കുന്നത് അതിന്റെ സിനിമ എന്താണ്, ആ സിനിമ എത്ര നന്നായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ആക്ടേഴ്സ് എങ്ങനെ ചെയ്തിട്ടുണ്ട്, അതെല്ലാമാണ് അതിന്റെ ഒരു ഇതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്കൊരു ക്ലാഷ് എന്നൊക്കെ പറയാൻ, അത് നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ ചെന്ന് കാണും എന്ന് തന്നെയാണ്. ഇതിപ്പോ ഈ 2 സിനിമയും നല്ല സിനിമകളായി മാറുകയാണ് എങ്കിൽ, നല്ല സിനിമ മാറട്ടെ, നമുക്ക് 2 പേരുടെയും നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കട്ടെ. അപ്പൊ അത് രണ്ടും അടിപൊളി സിനിമയാണെങ്കിൽ അത് 2നെയും മലയാളികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിവിൻ പോളിക്കാണെങ്കിൽ വരാൻ ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം നിവിൻ പോളി ഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 7ഓളം സിനിമകളാണ്. ഇപ്പം ബെൻസിന്റെ ഒക്കെ ടീസർ അത്രയും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാൾട്ടറും ബെൻസും ആയിട്ട് നിവിൻ പോളി വന്ന 2 വ്യത്യസ്തം, അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ നയൻതാരയായിട്ട് വീണ്ടും ഒരു സിനിമ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ട്. പിന്നെ ഇപ്പം വരുന്ന ബേബി ഗേൾ, അങ്ങനെ 7ഓളം സിനിമകൾ. പിന്നെ തമിഴില് 7 കടൽ 7 മലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട്. അപ്പം എല്ലാം പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് നിവിന്റെ വരികയാണ്. ഇപ്പൊ മോഹൻലാലിന്റെ ലാലേട്ടന്റെ ആണെങ്കിൽ ഇതേപോലെ തന്നെ റാം ഒക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് 2026 തന്നെ ആയിരിക്കും റിലീസ് എന്നുള്ള രീതിയിലുണ്ട്. അതേപോലെ തന്നെ പിന്നെ ദൃശ്യം 3 അതും 2026 ഓക്കെ. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന ഒരു സിനിമ. അപ്പൊ ലാലേട്ടന്റെ കയ്യിലും ഒരു വലിയ സെറ്റ് സിനിമകളുണ്ട്. അപ്പം ഈ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഇതൊക്കെ അവർക്ക് ആഘോഷമാണ്. അവരുടെ പ്രിയ താരങ്ങളുടെ സിനിമകൾ അതിപ്പം എപ്പോ ഇറങ്ങിയാലും അവരത് ചെന്ന് കാണും എന്നുള്ള ഒരു വലിയൊരു മലയാളി ആരാധകർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു നിവിൻ പോളി ലാലേട്ടൻ ക്ലാഷ് വരികയാണ്. ഇപ്പൊ ആരാധകർക്ക് ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ആരുടെ മൂവി ആയിരിക്കും ജയിക്കുക, അല്ലെങ്കിൽ ആരുടെ മൂവി തിയേറ്റർ ഹിറ്റ് ആകും എന്നുള്ളതൊക്കെ. മറ്റേതൊരു പാൻ ഇന്ത്യൻ തലത്തിൽ വരുന്ന, അതെ, പാൻ ഇന്ത്യൻ മൂവിയാണ്. മറ്റേത് നമ്മുടെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഇപ്പൊ നമുക്കതൊന്ന് മനസ്സിലാവുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്കിപ്പോ പറയാൻ പറ്റില്ല. എന്തായാലും 2 സിനിമകളും വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോ ആശംസിക്കാം.